ഹായ് സ്റ്റുഡൻസ്, SLC IT മോഡൽ എക്സാമിലെ പൈത്തൺ ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. എ പൈത്തൺ പ്രോഗ്രാം നെയിംലി ഡ്രോ സർക്കിൾ ഡോട്ട് py ടു ഡ്രോ 3 സൈക്കിൾസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് അറ്റ് ഈക്വൽ ആംഗുലർ ഡിസ്റ്റൻസ് as in the image below is given in the Python folder in exam10 documents. When the program is run, the expected output is not obtained. Make necessary changes in the program to obtain the output as in the image. അപ്പോൾ നമുക്ക് ഈ ഒരു ഫയലാണ് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്. ഓപ്പൺ ആൻഡ് റൺ ദ ഗിവൺ പ്രോഗ്രാം ഇൻ ഐഡിൽ. ആഡ് നെസസറി കോഡ് ടു ഒബിറ്റെയിൻ ദ ഔട്ട്പുട്ട് as above. Save the edited program using save as with your register number underscore circle.py as file name to exam10 products folder. ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിട്ടുള്ള ചിത്രത്തിലേതുപോലെ 3 നിറങ്ങളുള്ള വൃത്തങ്ങൾ തുല്യ കോണ അകലത്തിൽ വരയ്ക്കുന്നതിനായി തയ്യാറാക്കിയ ഒരു പൈത്തൺ പ്രോഗ്രാം exam10 ഡോക്യുമെൻറ്റ്സിലെ പൈത്തൺ എന്ന ഫോൾഡറിൽ ഡ്രോ സർക്കിൾ ഡോട്ട് py എന്ന പേരിൽ നൽകിയിരിക്കുന്നു. പ്രോഗ്രാം പ്രവർത്തിക്കുമ്പോൾ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഔട്ട്പുട്ട് അല്ല ലഭിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ഔട്ട്പുട്ടാണ് നമ്മൾ ആക്കി മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് പൈത്തൺ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഷോ ആപ്ലിക്കേഷൻസിൽ ഐഡിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഐഡിൽ നിന്നുള്ള ഓപ്പൺ ചെയ്തു. ഇവിടെ ഫയൽ ഓപ്പൺ എന്ന് കൊടുക്കുക. ഇവിടെ ഈ ഒരു സ്ക്രോൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് സ്ക്രോൾ ബാർ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ ഈ ഒരു exam10 ഡോക്യുമെൻറ്റ്സ് കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ പൈത്തൺ എന്നുള്ള ഫോൾഡർ ഉണ്ട്, അതും ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രോ സർക്കിൾ ഡോട്ട് py എന്നാണ്. ഡ്രോ സർക്കിൾ ഡോട്ട് py എന്നുള്ള ഫയൽ സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. അപ്പോൾ ഈ ഫയൽ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് റൺ ചെയ്യുകയാണെങ്കിൽ റണ്ണിൽ റൺ മൊഡ്യൂൾ ഇങ്ങനെയാണിത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് ഈ ഒരു രൂപത്തിലാക്കി മാറ്റണം. അപ്പോൾ നമുക്കതൊന്ന് അതിൻ്റെ അകത്ത് ചേഞ്ചസ് വരുത്തണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ പ്രോഗ്രാമിൽ ഇതുപോലെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് 70 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് 100 ഡിഗ്രിയിലാക്കി മാറ്റി നോക്കാം. അപ്പോൾ ഇവിടെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇവിടെ ഹോമാണ് എടുക്കേണ്ടത്. ഹോമിൽ മോഡൽ IT എക്സാം എന്നുള്ളത് എടുത്തു. അവിടെ ഈ ഒരു സ്ക്രോൾ ബാർ ക്ലിക്ക് ചെയ്തിട്ട് exam10 പ്രൊഡക്ട്സ് എടുക്കാം. ഇവിടെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സർക്കിളാണ്. അപ്പോൾ ഡ്രോ എന്നുള്ളത് കളയുന്നു. ഞങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുക്കാം. അത് കൊടുത്തു. സർക്കിൾ ഡോട്ട് py എന്നാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്. സേവ് എന്ന് കൊടുക്കുക. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കുക. റണ്ണിൽ റൺ മൊഡ്യൂൾ ചെറുതായിട്ടൊരു മാറ്റം കൂടി വരുത്തണം. അപ്പോൾ നമുക്കൊരു 120 എന്ന് കൊടുത്തു നോക്കാം. ഇവിടെ 120 എന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ ചെറിയൊരു ചേഞ്ചസാണ് വരുത്തിയത്. നമ്മളുടെ ഫോൾഡറിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി റണ്ണിൽ റൺ മൊഡ്യൂൾ എടുത്താൽ മതി. ചേഞ്ചസ് അവിടെ സേവ് ആവുന്നുണ്ട്. ഓക്കെ, ഏതാണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഡാണിരുന്നു ഇവിടെ കൊടുക്കേണ്ടിയിരുന്നത് 120 എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പൈത്തൺ പ്രോഗ്രാം നെയിംലി ഫൈൻഡ് കാറ്റഗറി ഡോട്ട് py ഈസ് ഗീവൺ ഇൻ ദ പൈത്തൺ ഫോൾഡർ ഇൻ exam10 documents which returns the category as senior, junior, sub-junior if the name and age of the persons above 12 years are given as input. Make the necessary changes in the program so that you are in kiddies category. Is also printed whenever the age is below 12 years as input. Open and run the given program in idle. Add the code to print you are in kiddies category also if the age is below 12. Save the edited program using save as with your register number underscore category.py as file name to exam10 products folder. ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പേര്, വയസ്സ് എന്നിവ ഇൻപുട്ടായി നൽകിയാൽ സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ എന്നിങ്ങനെ കാറ്റഗറി തിരിച്ചു തരുന്ന ഒരു പൈത്തൺ പ്രോഗ്രാം എക്സാം ഡോക്യുമെൻറ്റ്സിലെ പൈത്തൺ എന്ന ഫോൾഡറിൽ ഫൈൻഡ് കാറ്റഗറി ഡോട്ട് py എന്ന പേരിൽ നൽകിയിരിക്കുന്നു.
12 വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ വയസ്സ് കൂടി ഇൻപുട്ടായി നൽകിയാൽ യു ആർ ഇൻ കിഡ്ഡീസ് കാറ്റഗറി എന്ന് കൂടി പ്രിൻറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാമിൽ ആവശ്യമായ മാറ്റം വരുത്തുക. നൽകിയിട്ടുള്ള പ്രോഗ്രാം ഐഡിൽ തുറന്ന് പ്രവർത്തിപ്പിക്കുക. വയസ്സ് 12 താഴെയാണെങ്കിൽ യു ആർ ഇൻ കിഡ്ഡീസ് കാറ്റഗറി എന്നുകൂടി പ്രിൻറ്റ് ചെയ്യുന്നതിനാവശ്യമായ കോഡ് ചേർക്കുക. മാറ്റം വരുത്തിയ പ്രോഗ്രാം സേവസ് രീതിയിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _category.py എന്ന ഫയൽ നാമം നൽകി exam10 products ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ഷോ ആപ്ലിക്കേഷൻസിൽ ഐഡിയിൽ നിന്ന് കൊടുക്കുന്നു. ഇവിടെ ഫയലിൽ ഓപ്പൺ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ സ്ക്രോൾ ബാർ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിച്ചിട്ട് exam10 ഡോക്യുമെൻറ്റ്സ് എടുക്കുന്നു. പൈത്തൺ എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്തു. ഇതിൽ നമ്മളോട് പറഞ്ഞത് ഫൈൻഡ് കാറ്റഗറിയാണ്. അതൊന്ന് സെലക്ട് ചെയ്തു, ഓപ്പൺ എന്ന് കൊടുത്തു. അപ്പോൾ ഇത്ര ഇവിടെ ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. അപ്പം എൻ്റർ യുവർ നെയിം. അപ്പം ഞാൻ ജസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യുന്നു. ഏജ് എന്നുള്ളത് കൊടുക്കുന്നു. ഏജ് കൊടുത്തു. അപ്പം യുവർ ഏജ് ഈസ് 13, യു ആർ ഇൻ സബ് ജൂനിയർ കാറ്റഗറി എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി 12 ഇയറിന് താഴെയാണെങ്കിൽ 12 വയസ്സിന് താഴെയാണെങ്കിൽ യു ആർ ഇൻ കിഡ്ഡീസ് കാറ്റഗറി എന്നും കൂടി വരണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എൽസ് എന്ന് പറയുന്നതാണ്. ഇവിടെയാണ് എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ വരുന്നത്. നമ്മളൊന്നും കൂടി ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുക. ഇവിടെ തന്നെ നമ്മൾ കൊടുക്കേണ്ടത് എൽസ് എന്നാണ്. എൽസ് എന്ന് കൊടുത്തു, കോളൻ, എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇനി പ്രിൻ്റ് ബ്രാക്കറ്റിൽ ഇൻവെർട്ടർ കോമയിൽ യു ആർ ഇൻ കിഡ്ഡീസ് കാറ്റഗറി എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതവിടെ ടൈപ്പ് ചെയ്യുന്നു. യു ആർ ഇൻ കിഡ്ഡീസ് കാറ്റഗറി എന്ന് ടൈപ്പ് ചെയ്യാം. ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി നമ്മളിതൊന്ന് സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇവിടെ ഇതിപ്പോൾ പൈത്തൺ എന്നുള്ള ഫോൾഡറാണ്. നമുക്ക് exam10 products ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഒന്നും കൂടി ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഹോം എത്തിയിട്ടുണ്ട്. ആ ഹോമിൽ exam10 products ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. _category എന്ന് കൊടുത്തു. ഇത് സേവ് ചെയ്യുന്നു. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. അപ്പോൾ നിങ്ങൾ നെയിം ടൈപ്പ് ചെയ്തു. ഏജ് എന്നുള്ളത് 10 എന്ന് കൊടുത്തു. എൻ്റർ പ്രസ് ചെയ്തു. അപ്പോൾ യു ആർ ഇൻ കിഡ്ഡീസ് കാറ്റഗറി എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A Python program to find the sum of numbers from 1 to 10, namely findsum.py, is given in the Python folder in exam10 documents. Modify the program so that it gives the sum of numbers from 29 to 37. Open and run the given program in idle. Add the code so that the sum of the numbers from 29 to 37 is given as output. Save the edited program using save as with your register number _sum.py as file name to exam10 products folder. ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ആകെത്തുക കണ്ടുപിടിക്കുന്നതിനുള്ള പൈത്തൺ പ്രോഗ്രാം എക്സാം ഡോക്യുമെൻറ്റ്സിലെ പൈത്തൺ എന്ന ഫോൾഡറിൽ findsum.py എന്ന പേരിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഐഡിയിൽ ഓപ്പൺ ചെയ്യാം. ഐഡിയിൽ കൊടുക്കുന്നു. ഇവിടെ ഫയൽ ഓപ്പൺ എന്നുള്ളിടത്ത് exam10 ഡോക്യുമെൻറ്റ്സ് എടുക്കുന്നു. അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് സം, പൈത്തൺ എന്നുള്ളിടത്ത് ഫൈൻഡ് സം എന്നുള്ളതെടുത്തു, ഓപ്പൺ കൊടുത്തു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ 29 മുതൽ 37 വരെയുള്ള സംഖ്യകളുടെ ആകെത്തുക ഔട്ട്പുട്ട് വരുന്ന രീതിയിൽ പരിഷ്കരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന 1 മുതൽ 10 വരെയുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റേണ്ടത് 29 to 37. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കൗണ്ട് എന്നുള്ളിടത്ത് 29 എന്നാക്കുക.
ഇവിടെ എവിടം വരെയാണ് 37 വരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 37 വരെ കൊടുക്കാം. അപ്പോൾ ഇവിടെ വൈൽ കൗണ്ട് എന്നുള്ളിടത്ത് 37. അപ്പോൾ 29 തൊട്ട് 37 വരെയുള്ളത് പ്ലസ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടലാണ് ഇവിടെ കാണിക്കുക. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്ന് കൊടുത്തു. ഇവിടെ ഒരു ആരോ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ആരോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സാം 10 പ്രൊഡക്ട്സ് എടുത്തു. ഇവിടെ മുന്നിലുള്ള പാർട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങളെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. _ സം എന്ന് കൊടുത്തു PY. എന്നിട്ട് സേവ് എന്ന് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ മൊഡ്യൂൾ. ഇപ്പോൾ സം ഈസ് 297 എന്നുള്ളത് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.